ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി രവിശങ്കർ. ഹലോ. ഇയാളുടെയാണ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് രവിശങ്കർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി. ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പഴയ തറവാട് വീടും 1.5 ഏക്കർ സ്ഥലവും. ഇപ്പോഴിവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പേരമക്കളുമാണ് താമസം. ഇവിടെ നിന്നും തിരക്ക് പിടിച്ച കൊച്ചിയിലെ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ ദൂരം മാത്രം. ഇവിടെയാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ സൈറ്റ്. ഇതിനടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. ടെർമിനലിന്റെ പണി പൂർത്തിയാകുന്നതോടെ ഏറ്റവും തിരക്കേറിയ പോർട്ടായി കൊച്ചി മാറും. അതായത് ലോകത്തിന്റെ ഒരു കണ്ണ് കൊച്ചിയിലേക്കാണെന്ന്. കൊച്ചിയിൽ പായ്ക്കപ്പലിൽ വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളെ മുഴുവൻ നമുക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് ചുരുക്കം. വക്കീല് പറഞ്ഞ പോലുള്ള പ്രയോജനങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടണമെങ്കിൽ കഷ്ടിച്ചൊരു കാറ് കടന്നു പോകാൻ മാത്രം വീതിയുള്ള ഈ റോഡ് വികസിക്കണം. അല്ലാതെ കൂലിപ്പണിക്കാരുടെയും മുക്കുവന്മാരുടെയും ചുണ്ണാമ്പ് ഊഴക്കടയെ ജോസേട്ടൻ ഒരു സ്റ്റാർ ഓർഡർ കെട്ടിട്ട് എന്നാ പ്രയോജനമാണ്? ജോസേട്ടൻ പറഞ്ഞ് തികച്ചും ന്യായമായ സംശയം. അതുകൊണ്ട് തന്നെ സമീപവാസികൾ ഒഴിപ്പിച്ച് റോഡ് വികസനത്തിന് വേണ്ടി നമ്മുടെ കളക്ടറുമായിട്ട് ചില ഡീലുകൾ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. പണം എത്ര വേണമെങ്കിലും മുടക്കാം, പക്ഷെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ കൃത്യമായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റുവാക്കിയില്ലേ? ജോസേട്ടൻ എന്നെ വിശ്വസിക്കാം. കാണാരാ? ഓ, പറഞ്ഞതിൽ കൂടുതൽ തുക അഡ്വാൻസ് ഉണ്ട്. കരാർ എഴുതി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ വസ്തു രജിസ്റ്റർ ആക്കണം. ഉറപ്പല്ലേ? എന്റെ മല്ലി 2 ദിവസം ടൂറിനൊന്നും പറഞ്ഞു പോയിട്ട് ഞങ്ങളെ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ. നീ ഒന്ന് ഫോൺ ചെയ്തൂടെ? ഇടയ്ക്ക് മൊബൈലിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല മുത്തശ്ശി, അതാ വിളിച്ചപ്പോ കിട്ടാതിരുന്നത്. ഏതെങ്കിലും ബൂത്തിന്ന് വിളിക്കായിരുന്നില്ലേ? ഞങ്ങൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു അറിയാം മല്ലിച്ചേ. അതിന് ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്താ? അതല്ല, ഒരു കൂട്ടർ നിന്നെ കാണാൻ വരുന്നുണ്ട്. അതൊന്ന് വിളിച്ച് അറിയിക്കാന്ന് വിചാരിച്ചിട്ട് വല്ല രക്ഷയുണ്ടോ? ദേ, ഞാൻ എത്തിയല്ലോ. ഇനി മുത്തശ്ശി ടെൻഷൻ കള. ശരി, സംസാരിച്ച് സമയം കളയണ്ട. നീ യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമുണ്ട്. വേഗം കുളിച്ച് റെഡിയാവും. വാ. മോളും മരുമോനും മരിച്ചപ്പോ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഈ വീട് മാത്രമായിരുന്നു. കുട്ടികൾക്ക് അവകാശപ്പെട്ട ഈ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനാ നാട്ടിലുണ്ടായിരുന്ന നിലവും പുറം വിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. കാര്യങ്ങളൊക്കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കുടുംബ മഹിമ വേണം. സെന്റ് തെരേസസിലാണല്ലേ പഠിച്ചത്? അതെ. കലാതിലകമായിരുന്നല്ലേ? പിന്നെന്തു പറ്റി? ആ രംഗത്തൊന്നും? അമ്മയായിരുന്നു ഒക്കേത്തിന് ഇൻസ്പിറേഷൻ. അമ്മയുടെ മരണത്തോടെ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ആ, കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കാം. മിഥുന ഒടുവില് നല്ലൊരു മുഹൂർത്തമുണ്ട്. അതാവുമ്പോ നിങ്ങൾക്ക് വല്ല അസൗകര്യങ്ങളും. ഷാർപ്പ് ടൈമിന് തന്നെ ഞാനിങ്ങ് എത്തിയല്ലേ? ഇരിക്കെ. ആ, ഇതെന്താ എല്ലാവരും ഫ്രീസ് ആയ പോലെ? ചായ കുടിക്കുന്നേ. നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ അവകാശമുള്ള ഒരാൾ തന്നെ ഞാനും. ഇല്ലേടി പെങ്ങളെ? നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഇതെന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ ഭാവി വരനോട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വെളിപ്പെടുത്താം. കേട്ടോളയാ, കോളേജ് ലൈഫ് മുതൽ എന്റെ അച്ഛന്റെ ആവേശമായിരുന്നു ഇവരുടെ അമ്മ.
ഗായത്രി വാര്യർ. കാഴ്ചയിലും പെരുമാറ്റത്തിലും സമർത്ഥയായിരുന്നതുകൊണ്ട് അച്ഛൻ ഒരു പാവം അതിലങ്ങ് വീണുപോയി. അതിലുള്ളതാ ഈ 2 എണ്ണം. തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് പോലെ അച്ഛന്റെ ഒരു ചിന്ന വീട് സെറ്റപ്പിലെ പെങ്ങന്മാരാ ഇവരൊക്കെ. മൈൻഡ് യുവർ വേർഡ്സ്. പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുമ്പോ നീ ഇങ്ങനെ ഭദ്രകാളിയാവല്ലേ? ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കേണ്ടിയിരുന്നില്ല വാര്യരെ. ഒരു കുടുംബ മഹിമ. വാ പോകാം. അച്ഛന്റെ വീരകൃത്യങ്ങൾ വിളമ്പി അവരെ ഇറക്കി വിട്ടപ്പോ സമാധാനമായില്ലേ? നിന്നെ അവരെങ്ങാനും കെട്ടിയെടുത്തോണ്ട് പോയാ ചോദിക്കാനും പറയാനും ഒക്കെ ഭർത്താവും ബന്ധുക്കളുമായി പലരും അവതരിക്കും. അതുകൊണ്ട് ഈ വീടും പറമ്പും വിൽക്കുന്നത് വരെ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വീട് ഒഴിഞ്ഞു തരണം. അച്ഛന്റെ കീപ്പിന്റെ മക്കളെ തെരുവിലേക്ക് ഇറക്കി വിട്ടു എന്നുള്ള പരാതി ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഒരു വാടക വീട് സംഘടിപ്പിക്കുന്നതുവരെ ഞാൻ സമയം തരാം. ഈ വീട് എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. എന്തിന്റെ അവകാശമാടി? എന്റെ അച്ഛന് നിന്റെ അമ്മ പാവിരിച്ചതിന്റെ അവകാശം. അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. നരകിച്ച് ചെത്ത നിന്റെ തള്ളയുടെ സ്വഭാവം കാണിക്കാതെ ഇറങ്ങിപ്പൊയ്ക്കോണം. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഒഴിപ്പിക്കും. ഇവിടുന്ന് മാത്രമല്ല, ഈ മണ്ണിൽ തന്നെ. ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നിനക്കതിന് കഴിയില്ല. അത് നമുക്ക് കാണാം. കാണാം. ഹലോ മാഡം, ശരവണൻ എത്തിയിട്ടുണ്ട്. ആ വരാൻ പറയൂ. ഓക്കെ മാഡം. ഇത് ശരവണൻ. ഞാൻ തങ്കപ്പൻ, ഓട്ടോ തങ്കപ്പൻ. ഇവിടെ AC ഇല്ലല്ലേ? അത്രയ്ക്ക് ചൂടില്ല. കാര്യങ്ങളൊക്കെ രാജമ്മനും പറഞ്ഞറിഞ്ഞിരിക്കുമല്ലോ. ചിലതൊക്കെ. കൊച്ചിയിലെ മറ്റു ഫൈനാൻസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് 9 ഫൈനാൻസ് ഒരു ഭീഷണിയാകുന്നു തോന്നിയപ്പോ ചിലർ കമ്പനി പൊളിഞ്ഞുവെന്ന് വാർത്തകൾ പരത്തി. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഒടുവിൽ സ്ഥാപനത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി. പിന്നെ ആരും ലോൺ തിരിച്ചടയ്ക്കാതായി. ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് വാഹന ഇടപാടില്ല. മൊത്തം 1 കോടി രൂപയോളം പിരിഞ്ഞു കിട്ടാനുണ്ട്. തരാനുള്ളവരുടെ കുടിശ്ശിക ലിസ്റ്റിൽ മാർക്കറ്റിലെ മൊത്തക്കച്ചവടക്കാരനായ ജോസ് മുതൽ ബിനാമി പേരിൽ ബസ് സർവീസ് നടത്തുന്ന ജസ്റ്റിസ് അനന്തപുത്രം വരെയുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള ആരും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ കമ്മീഷന്റെ കാര്യം രാജമ്മേനോ സംസാരിക്കും. 1 വർഷത്തേക്കാണ് കോൺട്രാക്ട്. ശരവണൻ ഞങ്ങളെ സഹായിക്കണം. എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അതിന് സമ്മതമാണെങ്കിൽ ഉറപ്പിക്കാം. തീർച്ചയായും ഇനിയുള്ള കാര്യങ്ങൾ ശരവണന് ഡിസൈഡ് ചെയ്യാം.